ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ പെൻസിൽ ടൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്തിനാണ് പെൻസിൽ ടൂൾ ഉപയോഗിക്കുന്നത്? പെൻസിൽ ടൂൾ എന്ന് വെച്ചാൽ അതൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ടൂളാണ്. ഓക്കെ, നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓബ്ജക്റ്റുകൾ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് നമ്മൾ പെൻസിൽ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ട്യൂട്ടോറിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പുതിയ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ക്രിയേറ്റ് ന്യൂ. ഓക്കെ, പ്രസ് Ctrl+0, സെൻഡ് ടു ദ ആർട്ട്ബോർഡ് സെൻറ്ററിലാക്കാം. ഓക്കെ, സോ നമുക്ക് പെൻസിൽ ടൂൾ എവിടെയാണ്? നമ്മുടെ പെൻസിൽ ടൂൾ എന്ന് പറയുന്നത് ടൂൾ ബോക്സിൽ ഇവിടെയാണ് നമ്മുടെ പെൻസിൽ ടൂൾ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഈ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാൽ നമുക്കൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവും. ഇതിൽ കണ്ടില്ല, ഷേപ്പർ ടൂൾ, പെൻസിൽ ടൂൾ, സ്മൂത്ത് ടൂൾ, പാത്ത് റേസർ ടൂൾ ആൻഡ് ജോയിൻ ടൂൾ. ഓക്കെ, ഈ 5 ടൂളുകളുടെ ഉപയോഗം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഷേപ്പർ ടൂൾ എടുക്കാം. എന്താണ് ഷേപ്പർ ടൂൾ എന്ന് വെച്ചാൽ, ഷേപ്പർ ടൂൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് റഫായിട്ട് ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അത് അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പിൽ വന്ന് നിൽക്കും. ഓക്കെ, സോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു റഫായിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായിട്ടൊരു 100% വിഡ്ത്തും ഹൈറ്റും പെർഫെക്റ്റ് ആയിട്ടൊരു സർക്കിൾ നമുക്ക് കിട്ടും. ഇതിനായിട്ട് നമ്മൾ ഷേപ്പർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ റഫായിട്ടൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓവൽ ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു ഓവൽ ഷേപ്പ് കിട്ടും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പർ ടൂൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടുന്ന് ഷേപ്പർ ടൂൾ എടുക്കുന്നു. ഷേപ്പർ ടൂൾ എടുത്തു. ഷേപ്പർ ടൂൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ റഫായിട്ടൊരു ഓബ്ജക്റ്റ് വരച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് കൺവേർട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനൊരു റഫായിട്ട് ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കണ്ടോ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സർക്കിളായിട്ട് അത് കൺവേർട്ടായി. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, റഫായിട്ട് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് ഒരു റെക്റ്റാങ്കിളിലേക്ക് കൺവേർഷനായി. വീണ്ടും ഞാനൊരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പർ ടൂൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂൾ എന്താണ്? നമ്മൾ പെൻസിൽ ടൂളാണ്. ഓക്കെ, പെൻസിൽ ടൂൾ എന്താണ് ഉപയോഗിക്കുന്നത്? പെൻസിൽ ടൂൾ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ടൂളാണ്. ഓക്കെ, നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫിഡലിറ്റി, ഇതിൻ്റെ സ്മൂത്ത്നെസ് ഉണ്ട്. നമുക്കിവിടെ സ്മൂത്ത്നെസ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഫിഡലിറ്റി ഞാൻ ഒരു മിഡിലിട്ട് ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുത്ത് ഞാനൊരു ലൈൻ ഇങ്ങനെ ഒരു കർവ് വെച്ച് ഒരു കർവ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് അത്ര സ്മൂത്ത്നെസ് അല്ല. ഓക്കെ, വീണ്ടും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ സ്മൂത്ത്നെസ് ഞാൻ ഇവിടെ കൊടുത്തു. ഒരു 75% കൊടുത്തു. കണ്ട, അപ്പോൾ ഇത് കുറച്ചും കൂടി സ്മൂത്ത്നെസ് കൂടി. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഡലിറ്റി കൂട്ടുക. സ്മൂത്ത്നെസ് കൂട്ടി കഴിഞ്ഞാൽ കണ്ടില്ലേ, വളരെ ആയിട്ട് ആ കർവ് വന്ന് നിൽക്കും. ഓക്കെ, ഇതിനായിട്ടാണ് നമ്മൾ പെൻസിൽ ടൂളിൻ്റെ ഫിഡലിറ്റി അല്ലെങ്കിൽ സ്മൂത്ത്നെസ് കൂട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടൂൾ എന്ന് വെച്ചാൽ സ്മൂത്ത് ടൂളാണ്. എന്താണ് സ്മൂത്ത് ടൂൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പെൻസിൽ ടൂൾ യൂസ് ചെയ്തിട്ടൊരു കർവ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഞാൻ ഫിഡലിറ്റി ഇതിൻ്റെ കുറയ്ക്കാം. എനിക്ക് ഫിഡലിറ്റി ഇതിൻ്റെ ഒരു 10% മതി. ഞാൻ ഫിഡലിറ്റി അത്ര ആക്കിയിട്ട് ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് ഈ ഓബ്ജക്റ്റ് കുറച്ചും കൂടി സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്മൂത്ത് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓബ്ജക്റ്റ് കുറച്ചും കൂടി സ്മൂത്ത് കിട്ടും. കണ്ടോ, ഈ ഓബ്ജക്റ്റ് കുറച്ചും കൂടി സ്മൂത്ത് ആവുന്നത് കണ്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്ത് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പെൻസിൽ ടൂൾ എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഞാനൊരു മിഡിൽ കൊടുത്തു, ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.
ക്രിയേറ്റ് ചെയ്തു. ജോയിൻ ചെയ്യും. ഓക്കെ, എനിക്ക് ഈ ഒരു പോർഷൻ കുറച്ചും കൂടി സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യണം. കുറച്ചും കൂടി സ്മൂത്ത്നെസ് എനിക്ക് ഏരിയ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സ്മൂത്ത് ടൂൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രോ ചെയ്ത് കണ്ടണ്ട ആ ഒരു ഏരിയ നമുക്ക് സ്മൂത്ത്നെസ് കൂടും. ജസ്റ്റ് കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം ഇവിടെ നമുക്കൊന്ന് സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഏരിയ സ്മൂത്ത്നെസ് ആവും. ഓക്കെ, സോ ഇതിലേക്ക് നമുക്കൊരു ഫിൽ കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, കണ്ട ഇതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഫ്രീ പെൻസിൽ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ വരച്ച ഒരു ഓബ്ജക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ എനിക്ക് ഫിൽ കളർ മാറ്റി ഞാനിതിൻ്റെ സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, സെലക്ട് ചെയ്യുക. ഓബ്ജക്റ്റ് ഞാൻ അലൈൻ ചെയ്തു, സെൻട്രൽ അലൈൻ ചെയ്തു. ഓക്കെ, ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ടൂൾ നമ്മുടെ എന്താ, നമുക്ക് പാത്ത് റേസർ ടൂൾ ഉണ്ട്. എന്താണ് പാത്ത് റേസർ ടൂൾ യൂസ് ചെയ്യുന്നത്? പാത്ത് റേസർ ടൂൾ നമ്മുടെ പാത്ത് ഓട്ടോമാറ്റിക് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് പാത്ത് ഇറേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. കണ്ട, അപ്പോൾ ഒരു പാത്ത് ഇവിടുത്തെ ഇറേസിങ് ആയി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്ത് ഇറേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ അനാവശ്യമായിട്ടുള്ള പാത്ത് എന്തുണ്ടെങ്കിൽ ആ പാത്ത് നമുക്ക് നമ്മുടെ ആർട്ട് വർക്കിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്ത് ഇറേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് ജോയിൻ ടൂളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പാത്ത് ഇറേസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ പാത്ത് ഇറേസ് ചെയ്തു. നമുക്ക് ഈ ജോയിൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും അത് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ജോയിൻ ടൂൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മൾ ഇറേസ് ചെയ്ത പാത്ത് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് വർക്കിൽ എവിടെയെങ്കിലും ഒരു പോർഷൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിൽ ടൂളുകളിലെ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ഷേപ്പർ ടൂൾ. ഓക്കെ, ഷേപ്പർ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷേപ്പർ ടൂൾ നമ്മൾ റഫായിട്ടൊരു ഒബ്ജക്റ്റ് വരച്ചാൽ അതിന് പെർഫെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പെൻസിൽ ടൂൾ. പെൻസിൽ ടൂൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ടൂൾ. ഓക്കെ, നെക്സ്റ്റ് സ്മൂത്ത് ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ട് വർക്ക് കുറച്ചും കൂടി നമ്മുടെ ആർട്ട് വർക്കിൻ്റെ കേർവ്സുകൾ കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്ത് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാത്ത് റേസർ ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അൺവാണ്ടഡ് അനാവശ്യമായിട്ടുള്ള പാത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്ത് റേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ജോയിൻ ടൂൾ. ജോയിൻ ടൂൾ ഉപയോഗിക്കുന്നതിനാണ് ജോയിൻ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പാത്ത് അനാവശ്യമായി നമ്മുടെ ആർട്ട് വർക്കുകളിലെ ഏതെങ്കിലും പോയിന്റുകൾ ജോയിൻ അല്ലെങ്കിൽ അത് ജോയിൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് പെൻസിൽ ടൂൾ യൂസ് ചെയ്ത് നമുക്കൊരു ഓബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പെൻസിൽ ടൂൾ യൂസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച എല്ലാ ടൂളുകളും യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എങ്ങനെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പെൻസിൽ ടൂൾ എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഫിഡിലിറ്റി കൂട്ടി, സ്മൂത്ത്നെസ് കൂട്ടി, ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുത്തു. നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം, ഒരു സ്വാൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു സ്വാൻ്റെ ലോഗോ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാണിച്ച് ഇനി നമുക്ക് എന്ത് വേണം, ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഫിൽ കളർ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്ത് വേണം, ഇനി വീണ്ടും ഞാൻ അതിൻ്റെ ഫിൽ കളർ നന്നാക്കി സ്ട്രോക്ക് മാത്രം മതി. പെൻസിൽ ടൂൾ യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് അതിൻ്റെ ഫെദർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫിൽ കളർ അപ്ലൈ. ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻ്റെ ബീക്ക് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ നമ്മുടെ പെൻസിൽ ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഇതിൻ്റെ ഫിഡിലിറ്റി മിഡിലാക്കി ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുത്തു. ഞാനത് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, ഇനി പെൻസിൽ ടൂൾ യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ബീക്ക് ക്രിയേറ്റ് ചെയ്യാം, ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കതിലേക്ക് ഒരു ഓറഞ്ച് കളർ ഫിൽ ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തു. എന്ത്? പെൻസിൽ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിൽ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ പെൻസിൽ ടൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്തൊക്കെയാണ് പെൻസിൽ ടൂളിൻ്റെ സബ് ടൂളുകൾ? ഓക്കെ, ഫസ്റ്റ് ഏതാണ് സബ് ടൂളുകളായിട്ട് വരുന്നത്? ഷേപ്പർ ടൂൾ വരുന്നുണ്ട്, പിന്നെ സെക്കൻഡ് വരുന്നത് പാത്ത് റേസർ ടൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്മൂത്ത് ടൂൾ വരുന്നുണ്ട്, പിന്നെ ജോയിൻ ടൂൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 ടൂളിനെ പറ്റി നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടി കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടമായെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.